ഷാഫി പറമ്പിൽ മുൻ പാലക്കാട് MLA ഇപ്പോഴത്തെ MP നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ, ഈ പരസ്യം നേരത്തെ വിവാദമായതാണ്. താങ്കൾ തന്നെ വിശേഷിപ്പിച്ചത് ഇത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഒരു പുതുക്കിയ പതിപ്പ് എന്നതാണ്. ഇപ്പോൾ ഈ പരസ്യത്തിന് അനുമതി വാങ്ങിയിരുന്നില്ല എന്ന വിവരം കൂടി വരുന്നു. LDF അല്ല, ഞങ്ങളെ രാവിലത്തെ പ്രതികരണത്തിൽ തന്നെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു പരസ്യത്തിന് എങ്ങനെയാണ് അനുമതി കിട്ടിയത് എന്നുള്ളതാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ അനുമതി പോലും വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ, കൊടുത്താൽ അനുമതി കിട്ടാത്ത പരസ്യമാണെന്ന് അറിഞ്ഞിട്ട് അത് അനുമതി വാങ്ങാതെ കൊടുക്കാൻ CPM ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് CPM ഇങ്ങനെ BJP-യിൽ നിന്നൊരാൾ പോയതിന് CPM എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കൈ കാലിട്ടടിക്കുന്നത്? എന്ത് ജസ്റ്റിഫിക്കേഷൻ ആണത്? ഇതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഗുണമുണ്ടോ? എന്തെങ്കിലും ഒരു മെച്ചം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ ഉണ്ടോ? അവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം ആരൊക്കെ തമ്മില? അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റിൽ പോലും BJP-ക്ക് സഹായമാവുന്ന ഒരു കാര്യം, BJP വിട്ട്, വർഗീയത വിട്ട്, വെറുപ്പിന്റെ ഫാക്ടറി വിട്ട്, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് എന്ന്, മതേതര രാഷ്ട്രീയത്തിലേക്ക് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരാളുടെ പേരിൽ, അയാളുടെ മുൻ നിലപാടുകളുടെ പേരിൽ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയുടെ മുൻ നിലപാടിന്റെ കാര്യം അവരിങ്ങനെ ചെയ്യൂ? OK വാസുവിനെ പാർട്ടിയിലെടുത്തവർക്ക് എന്ത് ന്യായീകരണം ആ കാര്യത്തിൽ പറയാനുണ്ടാവുക? പിന്നെ മാത്രമല്ല, ഈ രണ്ട് പത്രത്തിന് മാത്രമൊക്കെ തെരഞ്ഞു കൊടുക്കുമ്പോൾ കമ്മ്യൂണിറ്റി ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? അവരുടെ രാഷ്ട്രീയ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? ഇപ്പൊ അത് മാത്രമല്ല, ഇതൊരു ലീഗൽ പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ സ്ഥാനാർത്ഥിയുടെ പടവും വെച്ച് ഈ വിദ്വേഷ പ്രചരണത്തിന് CPM പോലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന ശ്രമങ്ങൾ അങ്ങേയറ്റം ഹീനമാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന് കാലത്ത് നടത്തിയ പ്രതികരണത്തിൽ സന്ദീപ് വാര്യരെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിശേഷിപ്പിച്ച ആളുകൾ ആരാ? അയാളോട് ഒരു വ്യക്തിവിരോധവും ഇല്ല എന്ന് പറഞ്ഞ മന്ത്രിയുടെ പേരെന്താ? ആശയപരമായ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഉപേക്ഷിച്ച് വന്നാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സ്വീകരിക്കുന്നു, ഞങ്ങൾ വാതിലും ഗേറ്റും ഒക്കെ തുറന്നിടുന്നു പറഞ്ഞ ആളുകൾ ആരാ? എന്ത് ഇങ്ങനെ നിറം മാറുന്നത് ഇവര്? എന്ത് പാലക്കാടിനെ സംബന്ധിച്ച് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ പേരിൽ പാലക്കാട്ടുകാർ ജാതിയുടെ മതത്തിന്റെ പേരിൽ വേർതിരിയുന്നു. RSSകാരൻ തന്നെ തുടരണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഒരാൾക്കും ഒരു വിചിന്തനം ഉണ്ടാവാൻ പാടില്ല. പണ്ട് ഗുജറാത്ത് കലാപത്തിലെ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാള് മാനസാന്തരം വന്നപ്പോ അവരെ നാട്ടിൽ വന്ന് പ്രസംഗിപ്പിച്ച ആൾക്കാരല്ലേ ഇവര് ആ മാനസാന്തരത്തെ പ്രകീർത്തിച്ചിട്ട്? സത്യം പറഞ്ഞ സംഘ് പരിവാർ നാണം കെട്ടുപോകുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ലൈനിലേക്കാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വടകര തെരഞ്ഞെടുപ്പിൽ ഇത് കണ്ടതാണ്. അതിന് ശേഷം സമൂഹത്തിൽ ഒന്നാകെ ഒരു വിമർശനം ഉയർന്നപ്പോഴും അതിന്റെ പുറകിൽ ആരാണെന്ന് അറിഞ്ഞപ്പോഴും ഇനി അത്തരം ശ്രമങ്ങളിൽ നിന്ന് അവർ പിന്തിരിയുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് അതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വേർഷൻ, ഒരു പ്രിന്റഡ് കാഫിർ സ്ക്രീൻഷോട്ട് പരസ്യവുമായിട്ട് CPM ഇറങ്ങിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും പാലക്കാട്ടെ ജനങ്ങളെ വേർതിരിക്കാൻ സാധിക്കില്ല. അവരൊന്നിച്ച് ഇത്തരം ശ്രമങ്ങൾക്കെതിരെ, അത് സുരേന്ദ്രൻ നടത്തിയാലും പിണറായി വിജയൻ നടത്തിയാലും, രണ്ടുപേർക്കും എതിരെ ഒന്നിച്ച് പാലക്കാട്ടെ ജനങ്ങൾ അണിനിരക്കും. ഷാഫി പറമ്പിൽ, ഒരു കാര്യം MP രാജേഷ് പറഞ്ഞത്, ഞങ്ങൾ 2 പത്രത്തിൽ മാത്രമല്ല, സിറാജിലും സുപ്രഭാതത്തിലും മാത്രമല്ല, കൂടുതൽ പത്രങ്ങളിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ആക്ഷേപം മറികടക്കാനെങ്കിലും ചിലപ്പോൾ നാളെ അത്തരം കൂടുതൽ പത്രങ്ങളിലേക്ക് ഈ പരസ്യം എത്തിയേക്കാം. അതിനെ തടയുവാനുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അല്ല, ഇന്ന് വേറെ പത്രത്തിൽ വന്ന മറ്റു പരസ്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഹിന്ദു പത്രത്തിലൊരു പരസ്യം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടു. ഇതിന്റെ മാറ്റർ ഇതല്ലല്ലോ. അപ്പൊ അവര് പറയുന്ന സാധനം കൂടുതൽ ഗുരുതരമാവുകയല്ലേ? എല്ലാ പത്രങ്ങൾക്കും ഒരു മാറ്റർ കൊടുക്കുകയാണെങ്കിൽ പോലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റു പത്രങ്ങൾക്ക് വേറെ മാറ്റർ കൊടുക്കുക, ഈ പത്രത്തിന് കൊടുക്കുന്ന മാറ്റർ ഇതാവുക, അങ്ങനെയാണെങ്കിൽ അവർ കൂടുതൽ ഗൗരവതരമായ കുറ്റമാണ്. ഞങ്ങൾ എല്ലാ പത്രങ്ങൾക്കും കൊടുത്തിട്ടുണ്ടെങ്കിലും പറഞ്ഞു നിൽക്കായിരുന്നു. പക്ഷെ വേറെ പത്രങ്ങൾക്ക് വേറെ മാറ്റർ കൊടുക്കുക. ഇനിയിപ്പോ ഒരു അനുമതിയില്ലാതെ നാളെ ഇത് വരുത്താനായിട്ട് അവർ നോക്കും. ഇത് ഗുരുതരമായ, അതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ എന്തോ അത് പരിശോധിച്ച് ഞങ്ങൾ പരാതിയായിട്ട് എന്തായാലും മൂവ് ചെയ്യും. അതിന്റെ എല്ലാ നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കണം. ഇത് കേവലം തെരഞ്ഞെടുപ്പ് കേസ് മാത്രമല്ല, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ്. ഈ കാഫർ കേസ് പോലെ പോലീസും ഇവിടുത്തെ സംവിധാനങ്ങളും ഇതിനകത്ത് ഒത്തു കളിക്കരുത്, ഒളിച്ചു കളിക്കരുത്. ഷാഫി പറമ്പിൽ MP ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഏതായാലും നിയമ നടപടികളുമായി UDF മുന്നോട്ട് പോവുകയാണ്. രാവിലെ തന്നെ ഇത്തരത്തിൽ ഈ പരസ്യത്തിന് ആരാണ് അനുമതി നൽകിയത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു പരസ്യത്തിന് അനുമതി നൽകിയിരുന്നു എന്നത് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടക്കമുള്ള നേതാക്കൾ ചോദിച്ചതാണിപ്പോൾ. ആ പരസ്യത്തിന് സുപ്രഭാതത്തിലും സിറാജിലും LDF നൽകിയ ഇന്നത്തെ പരസ്യത്തിന് അനുമതി പോലും ഇല്ലായിരുന്നു എന്ന വിവരമാണ് 24 പുറത്തുവിടുന്നത്. ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഇത് വർഗീയ പീഡനം, അതിനപ്പുറത്തേക്ക് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുപോലെ തന്നെ വടകരയിൽ പയറ്റിയ തന്ത്രത്തിന്റെ ഒരു പരിഷ്കരിച്ച രീതിയാണ് ഈ പരസ്യം. സോഫിസ്റ്റിക്കേറ്റഡ്, മോഡിഫിക്കേറ്റഡ് തന്ത്രമാണ്, പരസ്യതന്ത്രമാണ് ഇതെന്ന് പറയുന്നു ഷാഫി പറമ്പിൽ.